എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിദ്യ വേണം, എല്ലാവർക്കും പ്രശസ്തി വേണം, എല്ലാവർക്കും നല്ല ആരോഗ്യം വേണം, എല്ലാവർക്കും മനധൈര്യവും സ്വസ്ഥതയും വേണം. പക്ഷേ ആർക്കും അധ്വാനത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും നേരെ ആജ്ഞാചക്രത്തെയോ സഹസ്രാര ചക്രത്തെയോ ആക്റ്റീവാക്കണം. എന്നാൽ സ്വാധിഷ്ഠാനത്തെയോ മൂലാധാരത്തെയോ ആർക്കും ശ്രദ്ധിക്കാൻ വയ്യ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് തോന്നും പ്രവചനം നടത്തുകയാണെന്ന്. അതൊന്നുമല്ല. പ്രവചനം കേട്ടിട്ടോ സത്സംഗം കേട്ടിരുന്നാലോ അത്ര പെട്ടെന്ന് നന്നാവുന്നവരല്ല ഭാരതീയർ, പ്രത്യേകിച്ച് മലയാളികൾ. അല്ലെങ്കിൽ ബ്രഹ്മചാര്യത്തെ പറ്റിയുള്ള വീഡിയോയുടെ താഴെ ഇവൻ്റെ സാധനം നൂല് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവൻ പറയില്ലായിരുന്നു എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ വരില്ലായിരുന്നു. കലിയുഗമല്ലേ, സാരമില്ല. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ബ്രഹ്മചര്യം പാലിക്കുന്നുണ്ടോ എങ്കിൽ അയാളെ പൂവിട്ട് പൂജിക്കുക തന്നെ വേണം. കാരണം അത്രയും ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരുടെ മുഖത്തും ഒരു വിഷാദഭാവമാണ്, എന്തിലോ ഒന്ന് തോറ്റുപോയ ഭാവം. അവൻ്റെ ശരീരത്തിലോ മനസ്സിലോ ഒരു ശക്തിയുമില്ല. ജീവിക്കുകയാണ്, പക്ഷേ ജീവിതമല്ല. സഞ്ചരിക്കുകയാണ്, പക്ഷേ ഒരു ലക്ഷ്യവുമില്ല, ഒരു സന്തോഷവുമില്ല, ഒരു പ്രതീക്ഷയുമില്ല, ആത്മവിശ്വാസം തീരെയില്ല. ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നമോ അല്ലെങ്കിൽ അന്ധകാരമോ ആണ്. എന്താണ് പറ്റിയതെന്നും അറിയാൻ വയ്യ. എല്ലാവർക്കും അവരുടെ ശക്തി നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നൽ. ആദ്യം പറഞ്ഞില്ലേ, ബ്രഹ്മചര്യ പാലനം ഇന്നത്തെ കാലത്ത് സംഭവ്യമല്ല എന്ന്. അതിനുള്ള കാരണങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാമദേവൻ എല്ലാവരെയും കീഴടക്കി കഴിഞ്ഞു. പല രൂപത്തിലും അത് നമ്മെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാമവാസനയിൽ മുഴുകി ശീലിച്ചു പോയ ഒരു വ്യക്തിക്ക് ഉത്തേജനം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് അവന് ചുറ്റും. കാണുന്നതും കേൾക്കുന്നതും അവൻ അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് അവന് തന്നെ തോന്നും, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന്. അങ്ങനെയുള്ള അവസരത്തിൽ അവൻ നല്ല പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള, അതും ഡോക്ടറെ പോലെ ഉള്ള ഒരു വ്യക്തിയുടെ ഉപദേശം തേടുന്നു. ആ സമയം അദ്ദേഹം കൊടുക്കുന്ന ഉപദേശങ്ങൾ ഇങ്ങനെയാണ്: ഏയ്, അങ്ങനെ ദോഷമുള്ള കാര്യവുമൊന്നുമല്ല. മലം, മൂത്രം, വിയർപ്പ്, കഫം എന്നിവയെ പോലെ തന്നെയാണ് ശുക്ലവും. ഞാനും ഇത് ചെയ്യാറുണ്ടല്ലോ. സ്വയംഭോഗം ചെയ്ത് വീര്യത്തെ കളയുമ്പോൾ മനസ്സിന് ശാന്തി കിട്ടും, നല്ല ഉറക്കം ലഭിക്കും, നല്ല ആക്റ്റീവാകും. പിന്നെ അവന് ഇതുകൂടി പറഞ്ഞു കൊടുക്കും. എന്താണെന്നല്ലേ? സ്ത്രീകളുടെ അണ്ഡം മാസത്തിലൊരിക്കൽ അത് ഗർഭധാരണം ചെയ്യുന്നില്ല എങ്കിൽ പുറന്തള്ളപ്പെടുന്നില്ലേ? എന്തിനാ അങ്ങനെ? ആ സ്ഥാനത്ത് പുതിയ അണ്ഡം രൂപീകരിക്കപ്പെടാൻ അല്ലേ? അതുപോലെ പഴയ വീര്യത്തെ പുറന്തള്ളിയാൽ മാത്രമല്ലേ ആ സ്ഥാനത്ത് പുതിയത് വരികയുള്ളൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ കാമവാസനയിൽ മുഴുകിയിരുന്ന ആ വ്യക്തിക്ക് അപ്പോൾ വലിയ സന്തോഷമാകും. അവനപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുവാനാണ് താല്പര്യം. അപ്പോൾ ആ സമയം വീര്യനാശം ചെയ്യരുതെന്നും, വീര്യനാശം ചെയ്താൽ മനസ്സിനും ശരീരത്തിനും ഹാനികരമാവുമെന്നും പാപമാണെന്നും എന്നെപ്പോലെയുള്ള ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അവൻ കേൾക്കുമോ? കേട്ടാൽ തന്നെ അവനത് പാലിക്കാനാകുമോ? ഒരിക്കലുമില്ല. പറ്റുമെങ്കിൽ അവൻ അസഭ്യം പറയാനേ നോക്കൂ. കാരണം അവനപ്പോൾ ഈ വാക്കുകൾ അരോചകമായി തോന്നും. പ്രിയരെ, മുമ്പ് ഈ ചാനലിലൂടെ ബ്രഹ്മചാര്യ പാലനത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും വീര്യനാശം ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെപ്പറ്റിയും അനേകം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വീഡിയോയിൽ ശ്രീ സുശ്രുതാചാര്യൻ തൻ്റെ ആയുർവേദ ഗ്രന്ഥമായ സുശ്രുത സംഹിതയിൽ വീര്യം ശരീരത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ ശ്ലോകത്തെ പറഞ്ഞിട്ടുണ്ട്. എത്രനാൾ കൊണ്ടാണ് വജ്രം പോലെ അമൂല്യമായ വീര്യം
ഉൽപ്പന്നമാകുന്നത് എന്നതിനെപ്പറ്റിയും പറഞ്ഞിരുന്നു. അതെല്ലാം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക. യഥാർത്ഥത്തിൽ വീര്യത്തിൻ്റെ മഹത്വം എന്താണ്? അത് സ്വയംഭോഗത്തിലൂടെ നഷ്ടമാക്കിയാൽ ശാരീരികമായും മാനസികമായും ദോഷമാകുന്നത് എങ്ങനെ? അതുപോലെ ചിലർക്കെങ്കിലും തോന്നും, ഇവനെന്താ വട്ടാണോ, സ്വയംഭോഗം ചെയ്താൽ പാവമാകുന്നത് എങ്ങനെ എന്ന്. ഇതിന് മറുപടി ആദ്യം പറയാം. കാമവാസനയിൽ അടിമപ്പെട്ട് ഇരിക്കുന്ന വ്യക്തികൾ ആരെയൊക്കെ ഓർത്തുകൊണ്ടാണ് സ്വയംഭോഗം ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഇതല്ല കാര്യം. പാപമാണ് എന്ന് പറയുന്നതിനുള്ള കാരണം ഇതല്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വീര്യം അഥവാ ശുക്ലം, ഇംഗ്ലീഷിൽ ഇതിനെ സെമൻ എന്ന് പറയുന്നു, നമ്മുടെ ശരീരത്തിൽ വൃഷ്ണത്തിൽ ഉൽപ്പന്നമാകുന്ന ഒരു ഗാഢമായ ദ്രാവകമാണ്. ഈ ദ്രാവകമാണ് സംഭോഗ സമയത്തും അതുപോലെ സ്വയംഭോഗം ചെയ്യുന്ന സമയത്തും ലിംഗത്തിലൂടെ വെളിയിൽ വരുന്നത്. ഈ ശുക്ലത്തിന് ഒരു പുതിയ ജന്മം നൽകാൻ കഴിയുമെന്ന കാര്യം പ്രത്യേകം പറയണ്ടല്ലോ, അല്ലേ? ഇതിനെ വെറുതെ ഒഴുക്കിക്കളഞ്ഞാൽ എന്താകും? സ്വന്തം വംശഹത്യ. മനസ്സിലായല്ലോ, അല്ലേ? ഇതാണ് പൗരാണിക ശാസ്ത്രങ്ങളിൽ സ്വയംഭോഗത്തെ പാപമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സ്വയംഭോഗം ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഓർക്കുന്നത്, അതുകൊണ്ടല്ല സ്വയംഭോഗത്തെ പാപമെന്ന് പറയുന്നത്. ഈ ശുക്ലത്തെ നമ്മൾ ശരീരത്തിൽ സംരക്ഷിച്ചു വെച്ചാൽ അത് ഊർജമായി മാറി നമുക്ക് ശരീരത്തിനും മനസ്സിനും ഓജസ് പ്രദാനം ചെയ്യുന്നു. ഈ ഓജസ് നമ്മെ ഒരു സൂപ്പർ ഹ്യൂമനാക്കി മാറ്റും. ഇതിനായി നമ്മുടെ ശുക്ലാണുവിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? സാധാരണമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, ഇത് വേസ്റ്റായിപ്പോയാൽ എന്താണ് പ്രശ്നം? നമ്മുടെ ശരീരത്തിൽ അത് പുനഃസൃഷ്ടിക്കുമല്ലോ, പിന്നെ എന്താ പ്രശ്നം? ഇനി ഇത് നിങ്ങളുടെയും സംശയമാണെങ്കിൽ ഒന്ന് കേട്ടോളൂ. ശാസ്ത്രീയമായ ഗവേഷണങ്ങളിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ബീജാണുക്കൾ വിവിധതരം പ്രോട്ടീനുകളും മിനറൽസും ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ശുക്ലത്തിൽ 90% ദ്രാവകവും 10% ഖരവുമാണ്. ഇതിൽ ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, സൾഫർ, ക്ലോറൈഡ് എന്നീ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിൻ്റെ കാര്യക്ഷമതയെ വികസിപ്പിക്കാൻ സഹായകമായ മിനറലുകളാണ് ഇതൊക്കെ. ഇതെല്ലാം വേണ്ട വിധം തലച്ചോറിന് കിട്ടിക്കഴിഞ്ഞാൽ കാര്യക്ഷമത വർദ്ധിക്കുകയും ചിന്താശക്തി, ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇവയെല്ലാം വർദ്ധിക്കുകയും ചെയ്യും. ഈ മിനറൽസും പ്രോട്ടീനും ശരീരത്തിൽ സ്വാഭാവികമായി തയ്യാറാക്കപ്പെടുന്നതിന് ധാരാളം സമയമെടുക്കുന്നു. ഇതിനെയൊക്കെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മിനറൽസിനോടൊപ്പം കൊല്ലോജൻ എന്ന പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. ഇത് ചർമ്മത്തിന് ഒരു ഔഷധം പോലെയാണ്. ഈ പ്രോട്ടീനാണ് ബ്രഹ്മചര്യം പാലിക്കുന്ന വ്യക്തികളുടെ മുഖത്ത് ദിവ്യമായ ഒരു തേജസ് പ്രദാനം ചെയ്യുന്നത്. സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികളുടെ ശരീരത്തിൽ ഇത് നഷ്ടമാകുന്നു. അത് കാരണം മുഖത്തുള്ള തേജസ്സും നഷ്ടമാകുന്നു. ഇത്രയും ഫലപ്രദമായ ശുക്ലത്തെയാണ് നിമിഷ നേരത്തെ സുഖത്തിനു വേണ്ടി നശിപ്പിച്ചു കളയുന്നത്. ഒരു തവണ സ്വയംഭോഗം ചെയ്യുമ്പോൾ 300 മില്യൺ ബീജാണുക്കളാണ് നശിച്ചു പോകുന്നത്. പതിവായി സ്വയംഭോഗം ചെയ്യുന്നവരോട് അല്ലെങ്കിൽ നിശ്ചിത സമയം വെച്ച്, അതായത് ആഴ്ചയിലൊരിക്കൽ, 10 ദിവസത്തിനുള്ളിൽ എന്നിങ്ങനെ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികളോട് ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞ് താൽക്കാലിക സുഖം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടോ വേണ്ടായിരുന്നു എന്ന്? അങ്ങനെ മനസ്സ് നിങ്ങളോട് പറയുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണ്ട, നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിലും കേൾക്കൂ. അതല്ല, ഉപബോധ മനസ്സ് അങ്ങനെയൊന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങളെ നന്നാക്കാൻ സാക്ഷാൽ ഈശ്വരന് പോലും കഴിയില്ല. മനസ്സിലാക്കിക്കോളൂ. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക.
പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.